ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറേയായി ഞാൻ സ്നാക്സ് റെസിപ്പീൻ്റെ വീഡിയോ ഒന്നും കാണിക്കാത്തത്. ഇത് കാണുമ്പോൾ എന്തിൻ്റെല്ലോ ഷേപ്പ് പോലെയില്ലേ, നമ്മൾ തേങ്ങേൻ്റെ ഷേപ്പ് പോലെയില്ലേ. നമ്മൾ തേങ്ങാമുറി എന്നാ പറയുക, പക്ഷേങ്കിൽ ചിലയിടത്ത് എഗ് കബാബ് എന്നെല്ലാം പറയും. അപ്പോൾ നമ്മൾ ഈ റെസിപ്പീൻ്റെതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അടിപൊളിയാണ്, ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും. അപ്പോൾ ഞാനിതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എത്ര കിലോ ഉണ്ടെന്നും പറയുന്നില്ല, കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. അപ്പം നമ്മൾ ചിക്കനിലെല്ലാം മസാല നന്നായിട്ട് പുരണ്ടിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കണം. ആദ്യം തന്നെ തീ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. ഇനി ഒരു കുക്കർ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 7 മുട്ട വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ മൂടി വെച്ചിട്ട് ഗ്യാസുമേൽ വെച്ചിട്ട് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട വെന്ത് കിട്ടും. ഞാൻ ഇങ്ങനെയാണ് അധികം ചെയ്യൽ. അടുത്തതായിട്ട് നേരത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ 4 വലിയ ഉരുളക്കിഴങ്ങ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ ഇടിഞ്ഞാൽ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. അപ്പുറത്ത് ഒരടുപ്പം കൂടിയുണ്ട്, അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി നമുക്ക് വേവാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഞാനിത് കോരിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4 പച്ചമുളകാണ് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഉള്ളിയെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. ഞാൻ ഈ ചോപ്പറിലാണ് ഉള്ളി ചോപ്പ് ചെയ്തിട്ടെടുക്കുന്നത്. ഇതാകുമ്പം വേഗം പണി എളുപ്പമാവും. ഇതാ നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലയും മല്ലിച്ചപ്പും കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി മസാല വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂണ് പൊരിച്ച ചിക്കൻ്റെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടിയും വഴറ്റിയിട്ട് 1 മിനിറ്റ് ഞാൻ മൂടി വെക്കുന്നുണ്ട്. തീ കുറച്ച് വെക്കണം, കൂടി പോണ്ട. അതുപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയും ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാം തൊലി കളഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കന് ചെറിയ പീസാക്കി എടുക്കണം. ഇനി ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയിട്ട് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ടൈമിൽ ഞാൻ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ, അത് നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലൊന്നും അതിലുണ്ടാവരുത്. ഇനി ഇത് ഞാൻ ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റാൻ ഞാൻ പിന്നെ എക്സ്പേർട്ട് ആയതുകൊണ്ട് പിന്നെ പറയേണ്ട, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇത് തന്നെയാണ് പണി. ഇനി ലാസ്റ്റായിട്ട് കറിവേപ്പിലയും മല്ലിച്ചപ്പും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല നമ്മൾ ഇറച്ചിപ്പത്തിനെല്ലാം ഉണ്ടാക്കിയ സൂപ്പർ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങില്ലേ, അത് ഞാൻ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടേനും അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഉടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി വേഗം കഴിയും. ഇപ്പോൾ ഈ മസാലയിൽ ഇട്ടിട്ട് ഉടക്കുന്നതാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ചൂടുള്ളതുകൊണ്ട് ഞാൻ തണിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ബാക്കിയും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മുക്കിപ്പൊരിക്കുകയെല്ലാം ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ 3 മുട്ടയല്ല 4 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയാണ് ഞാൻ ഇതിലിട്ട് കാണിക്കുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുട്ട കുറവുള്ളതുകൊണ്ട് ഒന്നും കൂടിയും പൊട്ടിച്ച് വയ്ക്കുന്നുണ്ടേനും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ, കാരണം കൂടിപ്പോണ്ട.
ഇനി അടുത്തതായിട്ട് കുരുമുളകിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് ചെറുങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇത് ഞാൻ വേറെ മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചെറിയൊരു പ്ലേറ്റിൽ മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഇതിന് ഞാൻ അളവൊന്നും നോക്കിയിട്ടില്ല കേട്ടോ, കുറച്ചെടുത്താൽ മതി. കാരണം നമുക്കിത് അതിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ പൊങ്ങി വെച്ചിട്ടുള്ള മുട്ട ഈ മൈദപ്പൊടിയിൽ ഉരുട്ടിയെടുത്തിട്ട് ഈ മസാല ഉണ്ടല്ലോ, ഈ മസാലയിൽ ഉള്ളിൽ കവർ ചെയ്തിട്ട് കൊടുക്കണം. നമുക്കിത് ലാസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പൊട്ടിപ്പോന്നും ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ നിങ്ങൾ കണ്ട ഈ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടുക. ഞാൻ 7 എണ്ണവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വീണ്ടും ഞാനിത് മൈദപ്പൊടിയിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് ഈ ഭാഗവും നമുക്ക് പൊട്ടാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നമ്മൾ മുട്ട ബാറ്ററിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ബ്രെഡ് പൊടിച്ചതില്ലേ, അതിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. റസ്ക് ഉണ്ടെങ്കിൽ അത് പൊടിച്ചാലും മതി. ഞാനിത് ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. വീണ്ടും ഞാൻ മുട്ടേൻ്റെ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് കൊണ്ട് കവർ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കട്ടിയിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ മതി. അപ്പം നമ്മളെ തേങ്ങാമുറി ഇവിടെ സെറ്റായിട്ടുണ്ട്. മുറി അയക്കില്ല, അതിൻ്റെ ഫുള്ളാണിത്. ഇനി ഇത് നമ്മൾ നെയ്യിലിട്ട് പൊരിച്ചെടുക്കണം. പൊരിക്കുന്ന സമയത്ത് തീ കുറച്ചാണ് വെക്കേണ്ടത്. നമ്മൾ തീ കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി മാറും. എനിക്ക് ഫസ്റ്റ് പറ്റിയതേനും. പിന്നെ ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ തീ ഓണാക്കി വെച്ചിട്ടുണ്ടേനു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ടേനു. അതുകൊണ്ടാണ് എനിക്കങ്ങനെ പറ്റിയത്. അപ്പം കണ്ട ഇത് നല്ല സെറ്റായിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ ഭാഗവും നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ ഒറ്റ ഒന്ന് കഴിച്ചാൽ മതി, നമ്മളെ വയറ് നിറയും. ഈ കഴിഞ്ഞ റമദാന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയ ഒരു ചായക്കടിയാണിത്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡൈനാമിക് സോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മയോണീസിൽ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മുളകിൻ്റെ പൊടിയും കൂടി മിക്സ് ആക്കിയതാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല കട്ടിയിൽ ഡബിൾ ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ തേങ്ങയെ നമുക്ക് തേങ്ങാമുറിയാക്കിയിട്ട് മാറ്റാം. ഞാൻ കത്തി കൊണ്ട് മുറിക്കുന്നുണ്ട്. കണ്ട നിങ്ങൾ നന്നായിട്ട് കിട്ടിയിട്ടില്ലേ? പൊട്ടിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. കാണാനും നല്ല മുഞ്ചില്ലേ? ഇതിപ്പോൾ ഞാൻ 7 മുട്ടക്ക് 14 തേങ്ങാമുറി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ നാട്ടിലത്തെ തട്ടുകടയില്ലേ, അവിടെ വൈകുന്നേരം ചായക്കടിയായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് തട്ടുകടയിൽ, നല്ല നല്ല മലബാർ ഐറ്റംസ്. എനിക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞാൻ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ആദ്യം ഞാൻ ഏറ്റവും കൂടുതൽ ഇടൽ ഷോർട്സ് ആണ്. നിങ്ങൾക്ക് ഷോർട്സ് ആണോ വീഡിയോ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ.